ഈ കാക്കത്തൊള്ളായിരം എന്ന നന്മകളിലൊക്കെ കിട്ടുന്ന കാശ് മമ്മീനെ ഏൽപ്പിക്കുന്നു, അത് വാടകയ്ക്ക് സഹായിക്കുന്നു. അന്ന് എൻ്റെ ഫാദർ വൺ മെൻ ഷോയ്ക്ക് പോണു. കാരണം മാജിക് ഉണ്ട്. പുള്ളി മാജിക് വിടുന്ന പ്രശ്നമേ ഇല്ല. പുള്ളി പിന്നെ ബർത്ത്ഡേ പാർട്ടി, മാമോദിസ പരിപാടി, കോളേജുകളിൽ, സ്കൂളുകളിൽ ഒക്കെ മാജിക്കിന് പോയിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് ആ കിട്ടുന്ന കാശ് പുള്ളിയുടെ കാര്യങ്ങൾ, അതായത് പുള്ളി ഒരു പ്രത്യേകം ഒരു മനുഷ്യനാണ്. കാരണം ഒരു റൂമിൽ ചെറിയൊരു ടി വി ഉണ്ട്, അന്ന് വാങ്ങിച്ചു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, ന്യൂസ് കാര്യങ്ങളൊക്കെ കാണാൻ, മാജിക് സാധനങ്ങൾ, നമ്മൾ കമ്മിങ് വരട്ടെ എന്ന് പറഞ്ഞു വേണം റൂമിലേക്ക് തുറക്കാനൊക്കെ. വാടക വീടാണെങ്കിലും പുള്ളിയുടെ റൂം മുട്ടിയിട്ട് വേണം തുറക്കാൻ. വന്നോട്ടെ, വാ എന്താ, അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ എനിക്ക് ആ ഒരാളെ ഇത്രയെങ്കിലും സഹായിക്കാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഈ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഉപ്പച്ചിക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളതിന് വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഉപ്പച്ചി തരുന്നത് കുറച്ച് കുറഞ്ഞു വന്ന് പുള്ളിയുടെ കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മരുന്ന് കാര്യങ്ങൾ. എനിക്ക് എൻ്റെ ഫാദറിൻ്റെ കാര്യം നോക്കേണ്ടി വന്നില്ല. എല്ലാം മൂപ്പര് ഷോയ്ക്ക് പോയിട്ട് പുള്ളിയുടെ പൈസയൊക്കെ പുള്ളിയുടെ കാര്യം നോക്കും. എനിക്ക് കിട്ടുന്ന കാശൊക്കെ വീട്ടിലെ കാര്യങ്ങൾ, വാടക കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാക്കത്തൊള്ളായിരം എന്ന നന്മകൾ, ഒരു മുത്തം മണിമുത്തം, അങ്ങനെയുള്ള പടങ്ങൾ കിട്ടി. അങ്ങനെയാണ് ഞാൻ എന്നിട്ടും ഞാൻ സിനിമ സീരിയസ് ആക്കി എടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. സീരിയലുകളാകുമ്പം എനിക്ക് അടിച്ചു പൊടിച്ച് ഡയലോഗ് പറയാനും, 8 സുന്ദരികൾ ഞാനെന്നും പറഞ്ഞൊരു ഗംഭീര സീരിയലുണ്ടായിരുന്നു. മണിയമ്പിള്ള രാജു, ഗീതാ വിജയൻ, ഞാനൊക്കെ, സാജു കൊടിയനൊക്കെ അഭിനയിച്ചത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു 2 കൊല്ലത്തോളം 3 കൊല്ലത്തോളം പോയി അത്. അങ്ങനെയാണ് ഞാൻ കാറ് വാങ്ങിക്കുന്നത്. ആ സീരിയൽ അഭിനയിക്കുമ്പോഴാണ് ഒരു മാരുതി 800 വാങ്ങിക്കുന്നത്. ഭയങ്കര ഹിറ്റായിരുന്നു ആ സീരിയൽ. ഭയങ്കര വർക്ക്ഷോപ്പ് പോലെയാണ്. രാവിലെ 8 മണിക്ക് പോവുക, രാത്രി 10 മണിക്ക് വീട്ടിൽ വരാം. രാവിലെ 8 മണിക്ക് പോവുക, രാത്രി 10 മണിക്ക് വീട്ടിൽ വരാം. രാവിലെ 8 മണിക്ക് പോയിട്ട് 6 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നേരെ യന്ത്രാമീഡിയ പോവുക, ഡബ് ചെയ്യുക. അങ്ങനെ ഒരു യന്ത്രം പോലായിരുന്നു ആ സീരിയൽ. ആ സീരിയൽ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക, സമയം, ഗോകുലം, പിന്നെ അങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടറുകൾ അങ്ങനെ സീരിയലിൽ കിട്ടി തുടങ്ങി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സിനിമകളും വരാറുണ്ട്, പക്ഷേ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമ, സത്യനന്ദിക്കാടിൻ്റെ പടം, ജയറാമിൻ്റെ ചേടത്തിയമ്മയായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ലോഹിദാസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ലോഹി സാർ, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോഹി സാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നല്ല ക്യാരക്ടറായിരുന്നു, ഡയലോഗൊക്കെ ഉണ്ട്, നല്ല ക്യാരക്ടറായിരുന്നു. രാജേന്ദ്രൻ സാറായിരുന്നു എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചത്. സന്ധ്യ രാജേന്ദ്രൻ്റെ, മുകേഷിൻ്റെ അളിയൻ, എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ലോഹി സാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തെസ്നി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ തെസ്നിക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് സീരിയസ് ആക്കി എടുക്കണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിലേക്ക് അത്, പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല റോളൊന്നും പുള്ളി തന്നൊന്നുമില്ല, പുള്ളി നമ്മളെ വിട്ടു പോവുകയും ചെയ്തു. പക്ഷേ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് പുള്ളി ഒന്നും തന്നിട്ടോ എന്നെ വലിയ ആളാക്കിയിട്ടൊന്നുമല്ല. വീണ്ടും ചില വീട്ടുകാരികൾ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് ഇതൊന്ന് സീരിയസ് ആക്കി എടുക്കുക, ഇതെന്നാണ് എൻ്റെ ജോലി, ഇനി ഇതുകൊണ്ട് എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കാം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചത് ആ ഒരു സിനിമയോട് കൂടിയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ സിനിമയിൽ സജീവമാകാൻ തീരുമാനിച്ചത്. എന്നിട്ടും എനിക്ക് കൈനിറ പടങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഇടയ്ക്ക് വരുന്ന സിനിമാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം 10 കൊല്ലം, അത് ആഴ്ചയിൽ ഒരു ദിവസം വരുന്നതാണ്. ഭയങ്കര ഹിറ്റായിരുന്നു. ഡയാന സിൽവസ്റ്റാറാണ് അതിൻ്റെ ഡയറക്ടർ. ഏഷ്യാനെറ്റിൽ വരുന്നതാണ്. എല്ലാവരും ഈ ഇപ്പോഴത്തെ മറിമായം പോലെ കാത്തിരിക്കുകയാണ് എല്ലാവരും ആ സിനിമാല വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിനിമാലയിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും സുബിയുണ്ട്. ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ സുബിക്ക് നല്ലത് കൊടുത്താൽ എനിക്കൊന്നും കിട്ടില്ല, എനിക്ക് നല്ലത് വന്നാൽ സുബിക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ സുബിയെ വിളിക്കും 2-3 എപ്പിസോഡിൽ, അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ എന്നെ എപ്പോഴെങ്കിലും വിളിക്കും. അങ്ങനെയൊക്കെയാണ് ഈ സിനിമാലയുടെ പോക്ക്. അങ്ങനെ ഒരു 10 കൊല്ലം ഈ സിനിമാലയിൽ തന്നെ അങ്ങ് പെട്ടു. ഈ സിനിമാല കൊണ്ടുള്ള ജീവിതം നടക്കുമ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് ഗൾഫ് ഷോയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഗൾഫ് ഷോയ്ക്ക് പോകുമ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 ഇതൊക്കെ വരുന്ന, ഈ സിനിമയിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് 2000 ആബാലച്ചൻ. അപ്പോൾ എനിക്ക് ഞാൻ കലാഭവൻ വിട്ടു കേട്ടോ. ഈ സിനിമയിൽ കുറച്ച് കിട്ടി തുടങ്ങിയപ്പോൾ കലാഭവൻ വിട്ട് കഴിഞ്ഞപ്പം 2000 അച്ഛൻ വിളിക്കുക എന്നെ, തെസ്നികാൻ ഒന്ന് കലാഭവനിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കലാഭവനിലേക്ക് ചെല്ലാണ്. അതിൻ്റെ ഇടയ്ക്ക് സിനിമയും ഈ സിനിമാലയും ഗൾഫ് ഷോയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അച്ഛൻ വിളിക്കുന്നത്. 2000 ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നമ്മളൊരു വേൾഡ് ടൂർ ചെയ്യുന്നുണ്ട്, തെസ്നി വരണം അതിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 3 മാസം ആണ് അത് നിൽക്കുന്നത്,
അമേരിക്കൻ ഐക്യനാടുകൾ, യൂറോപ്പ്, ഓസ്ട്രേലിയ എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ ഞാനിങ്ങനെ നെട്ടിപ്പോയി. അപ്പം തെസ്നിയാണുള്ളത്, പിന്നെ ഒരു അനു ജോസഫ് എന്ന് പറഞ്ഞൊരു കുട്ടി, നിങ്ങൾ 2 പെൺകുട്ടികളാണുള്ളത്, പാട്ട് പാടാനൊരു കുട്ടി, അങ്ങനെ 3 പെൺപിള്ളേർ. അന്നത്തെ ആ ഗ്രൂപ്പിൽ അവിടുത്തെ സ്റ്റാറുകളാണ്. അവർ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, ആരും അറിയില്ല. ഷാജോൺ, പ്രജോദ്, ദിനേശ് ഏട്ടൻ, അങ്ങനെ കുറച്ച് പേര്. അങ്ങനെ എന്നെ അവിടെ പോയി കഴിഞ്ഞിട്ടും എന്നെ അച്ഛൻ വിളിപ്പിക്കുക, സ്നേഹം കൊണ്ട് വിളിപ്പിച്ചതാണ് പിന്നെ എന്നെ. അങ്ങനെ എന്നെ അവിടുന്ന് ഡാൻസ് പഠിക്കുകയാണ്, സിനിമാറ്റിക് ഡാൻസ് എന്ന് ചെയ്യുകയാണ് അവിടുന്ന് ഞാനും അനു ജോസഫും, സമദ്, അത് നാദിഷയുടെ അനിയൻ സമദ്, പിന്നെ പ്രജോദ്, അനു, ഞങ്ങൾ 4 പേരാണ് ഡാൻസിൻ്റെ ആൾക്കാർ. ഞങ്ങളെ അവിടെ കുത്തിയിരുന്ന് അച്ഛൻ മാഷ വെച്ച് പഠിപ്പിച്ചു, ഡാൻസ് പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ലോകം മുഴുവൻ ലോകം മുഴുവൻ എന്ന് വെച്ചാൽ ലോകത്ത് കുറേ സ്ഥലങ്ങളുണ്ട്, എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക, USA ഫുള്ള്, UK എല്ലാ സ്ഥലങ്ങളും, പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, ഓസ്ട്രേലിയ, പിന്നെ വിയന്ന, അങ്ങനെ പിന്നെ എല്ലാ സ്ഥലങ്ങളും പറയാൻ പറ്റില്ല, മൗറീഷ്യസ്, സ്വിറ്റ്സർലാൻഡ്, ഇവിടെയൊക്കെ ഷോസിന് പോവാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അമേരിക്ക, UK മാത്രമേ നമ്മളൊന്ന് കണ്ടിട്ടുള്ളൂ ശരിക്കും. അവിടെ കുറച്ച് ദിവസം ഉണ്ടായതുകൊണ്ട്. പിന്നെ സിംഗപ്പൂരും മലേഷ്യയും കുറച്ചെങ്കിലും കണ്ട്. പക്ഷേ ഈ സ്വിറ്റ്സർലാൻഡൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. കാരണം എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങും. ഇതാണ് സ്വിറ്റ്സർലാൻഡ്, ശരി, ഓക്കെ, സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങും. പിന്നെ മേക്കപ്പ് റൂമിലേക്കാണ് നേരെ പോണത്. പിന്നെ മേക്കപ്പ് ഇട്ട് ഡാൻസാണ്, പൊരിഞ്ഞ ഡാൻസ്, 5 ഡാൻസൊക്കെയാണ്, കാലിനൊക്കെ ചോര വന്നിട്ടുണ്ട് ഡാൻസ് ചെയ്തിട്ട്. അങ്ങനെ ഡാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കം തൂങ്ങിയിട്ട് നേരെ പോണത് എയർപോർട്ടിലേക്കാണ്. സിംഗപ്പൂർ കഴിഞ്ഞോ, സിംഗപ്പൂരിന് ടാറ്റ, നേരെ പോണത് ഓസ്ട്രേലിയയിലേക്കായിരിക്കും. അങ്ങനെയാണ് അവിടെയൊക്കെ കണ്ടത്. ഒന്നും കണ്ണിറയെ കാണാനൊന്നും പറ്റിയിട്ടില്ല. ആകെ ശരിക്കും എൻജോയ് ചെയ്തത് USA പോയപ്പോഴാണ്, അച്ഛനും ഞങ്ങളൊക്കെ. പിന്നെ റോമിൽ പോയപ്പോഴും അച്ഛൻ ഞങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ പറയും, മക്കളെ എനിക്കിനി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ അച്ഛനിങ്ങനെ നടക്കും. അപ്പം അച്ഛൻ ഭയങ്കര സേഫാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ ആ തെസ്നീഖാനോടും അനു ജോസഫിനോടൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ, ആമ്പിള്ളേരെ കൂടെ പോയിരുന്ന് വർത്താനം പറയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പിടിച്ചിരുത്തു. ഞങ്ങൾക്കാണെങ്കിൽ പരമ ബോറുമാണ്. കാരണം അച്ഛൻ്റെ അടുത്തിരുന്ന് ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര നല്ല കുട്ടികൾ. അവരുടെ അടുത്ത് തന്നെ എന്തെങ്കിലും കോമഡിയെങ്കിലും സംസാരിക്കാമല്ലോ. അച്ഛനതൊന്നും സമ്മതിക്കില്ല. അച്ഛൻ എന്താണ് കഴിച്ചോ, എന്നാൽ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. അപ്പം അത്രയും കുഞ്ഞുങ്ങളെ പോലെയാണ് ഞങ്ങൾക്കാണെങ്കിൽ പ്രാന്തമാണത്. അച്ഛനത് മനസ്സിലാവും, അതുമില്ല. അങ്ങനെ കുറേ രാജ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റി. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കിട്ടിയത്, ആകെ എനിക്ക് കിട്ടിയ പൈസ സത്യം പറയാലോ 2 lakhs ആദ്യമായിട്ട് വലിയൊരു എമൗണ്ട് കിട്ടുകയാണ്. ഈ 2 ലക്ഷം കിട്ടിയപ്പോഴാണ് എൻ്റെ സിസ്റ്റർ കല്യാണം. അപ്പം അനിയത്തിക്ക് നല്ലൊരു കല്യാണക്കാരിയൊക്കെ വന്ന്, അപ്പം അതിലേക്ക് നിന്നു. 8 സുന്ദരി സമയത്ത് ഞാൻ കാറ് വാങ്ങിച്ചു. അമേരിക്കൻ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ കല്യാണ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി. അപ്പം ഞാൻ തന്നെ അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഗൾഫ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഇത്തിരി സ്വർണ്ണങ്ങളൊക്കെ മേടിച്ച് വെക്കും. ആ പൈസക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. എൻ്റെ കല്യാണം എന്നും ഉണ്ടാക്കി ഞാൻ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ ഇത് അവൾക്കൊരു നല്ല കാര്യം വന്നപ്പം ഫുള്ള് ഞാൻ എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് അവളെ കെട്ടിച്ച് വിട്ടു. അപ്പോൾ അത് എൻ്റെ ഫാദറിന് വലിയൊരു സമാധാനമായിരുന്നു. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നെ നോക്കും. പിന്നെ ഞാൻ കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ വലിയ കാര്യമാണ്. അന്നും വാടകയ്ക്കൊക്കെയാണ് എന്നെ താമസിക്കുന്നത്. അതൊക്കെ ചെയ്യാൻ പറ്റുന്നതന്നെ വലിയ കാര്യങ്ങളാണെന്ന് പറയും. ഈ കല എന്ന് പറയുന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റിയത്. പഠിച്ചിട്ടേ എനിക്കൊരാളാവാൻ പറ്റിയില്ല. അപ്പോൾ കല എന്ന് പറയുന്നൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ലോകം മുഴുവൻ ഇത്രയും രാജ്യങ്ങൾ പോകാൻ പറ്റിയതും ഡാൻസ് ചെയ്യാൻ പറ്റിയതും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതൊക്കെ. അപ്പോൾ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും തദൈവാണ് എൻ്റെ കാര്യം സിനിമയിൽ. കാരണം സിനിമ എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത് പിന്നീട്. അപ്പോഴൊക്കെയാണ് സിനിമയിൽ എങ്ങനെ നിൽക്കണം, സിനിമ എന്താണ് എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത്. കഴിവ് മാത്രം പോരാ, ഭാഗ്യം, റെക്കമെൻഡേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായപ്പം പിന്നെ ഒരു ചിന്ത വന്നു, ഇനി തുടർന്ന് അഭിനയിക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ പിന്നെ സിനിമ പതുക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് സിനിമ ഒന്നും ആരും വിളിക്കാതെ, സിനിമ എന്താണെന്ന് മനസ്സിലായപ്പോൾ സിനിമ വിളിക്കാതെ സിനിമാലയിലും സ്റ്റേജ് ഷോയിലും ഈ കാസറ്റിലും മിമിക്രിക്കാരെ കൂടെയും ഒക്കെയായി പിന്നീട് കോൺസെൻട്രേറ്റ്. അത് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കുറച്ചെങ്കിലും പൈസയാണെങ്കിലും സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് നല്ല ഡയലോഗും കാര്യങ്ങളും, നമ്മളാണ് അവിടുത്തെ സ്റ്റാർ, അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് മുൻഗണന കിട്ടും എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ അവരെ കൂടെ. എന്നിട്ടും അവരിൽ സിനിമയിലേക്ക് വന്നിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പം നാദിഷ നല്ലൊരു ഡയറക്ടറായി, ദിലീപേട്ടൻ
എന്നോട് ഇഷ്ടം കൂടാമോ ഞാൻ ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്, ക്ലാപ്പ് അടിക്കാൻ നിൽക്കുന്ന ആളാണ്, കുഞ്ഞു റോളിൽ ഞങ്ങളെ കൂടെ കൂട്ടുകാരനായിട്ട് നിന്ന ആളായിട്ടും സൂപ്പർ സ്റ്റാറുമായി പിന്നെ സിനിമയിൽ. അപ്പോഴൊന്നും ഞാനും സിനിമയിലുണ്ട്. ഒരുപാട് ദിലീപേട്ടൻ്റെ പടങ്ങൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിലീപേട്ടൻ്റെ ഒരു കേന്ദ്ര വലയം തന്നെയായിരുന്നു സിനിമയിൽ ആ സമയത്ത്. അപ്പോഴൊക്കെ സിനിമയിലുണ്ട്. സിനിമയൊന്നും ആരും തന്നൊന്നുമില്ല. ദിലീപേട്ടൻ്റെ 100ാമത്തെ സിനിമയാണ് കാര്യസ്ഥൻ. ദിലീപേട്ടൻ അഭിനയിച്ച എന്നോടിഷ്ടം കൂടാമോ അസിസ്റ്റൻ്റായിട്ട് അഭിനയിച്ചിട്ട് പിന്നെ ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന പടം കാര്യസ്ഥനാണ്. ഈ കാര്യസ്ഥയിലേക്ക് വരുന്നത് വലിയൊരു സംഭവമാണ്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. 2010 ഞാൻ കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. അതുവരെ കൊല്ലത്തിലൊരിക്കൽ 1-2 സിനിമാല അങ്ങനെ പോയിരുന്ന ഞാൻ 2010 എന്ന് പറയുന്ന ഒരു കൊല്ലമാണ് എനിക്ക് മറക്കാനാവാത്തത്. അത് പെട്ടെന്നായിരുന്നു. ആ 2010 കാര്യസ്ഥന് തൊട്ട് മുൻപ് പോക്കിരി രാജ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഈ പോക്കിരി രാജയിലേക്ക് ഞാൻ സലീം കുമാറിൻ്റെ വൈഫായിട്ടാണ് എൻട്രി ആവുന്നത്. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. കാരണം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സിനിമാല ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി വന്നപ്പം ഒരു ഫോൺ വരുന്നു. ഹലോ, ഞാനാണ് ജെയ്സൺ എളംകുളം. എന്താ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാനത്ര കാര്യമാക്കില്ല, കാരണം സിനിമകളൊന്നും ഇല്ലാത്ത സമയം, സിനിമാല മാത്രം ചെയ്യുന്നൊരു സമയമാണത്. പെട്ടെന്ന് വിളിക്കുന്നത്, അത് മമ്മൂട്ടിയുടെ പടത്തിലൊരു 10 ദിവസത്തെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ചിരി വന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും ആരെങ്കിലും കളിയാക്കാൻ, ഏതെങ്കിലും മിമിക്രിക്കാർ കളിയാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ് 10 ദിവസം മതിയോ എന്ന് ചോദിച്ചു. അങ്ങോട്ട് ചോദിച്ചു ഞാൻ. 10 ദിവസം മതി, പിന്നെ വിളിച്ചോളാം എന്നൊന്ന് കട്ട് ചെയ്ത്. എനിക്ക് ചിരി വന്നപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഏതോ ഒരുത്തിന് എന്നെ വെറുതെ വിളിച്ച് കളിയാക്കുന്നു, മമ്മൂട്ടിയുടെ പടത്തിൽ 10 ദിവസം എന്ന്. ഞാനോ മമ്മൂട്ടിയുടെ പടത്തിൽ 10 ദിവസം എന്ന് പറഞ്ഞ് ചിരിച്ച്. മമ്മി പറഞ്ഞു, നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ചിലപ്പോൾ അത് കാര്യമാണെങ്കിലോ. എൻ്റെ മമ്മി വെറുതെ ആരും മമ്മൂട്ടിൻ്റെ പടം തരാൻ, എനിക്ക് മമ്മൂട്ടിയുടെ പടം പോലും വെറുതെ ചുമ്മാ എന്നെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കോള്. അതെ, 10 തൊട്ടിട്ട് 20-ാം തീയതി വരെ എന്തായാലും ഡേറ്റ് വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ ആരാ സംസാരിക്കുന്നത്, കളിയാക്കണോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ജെയ്സൺ എളംകുളമാണ്, കൺട്രോളർ. എന്നോട് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ആരാ വിളിക്കാൻ പറഞ്ഞേ? എന്നോട് ഉദയകൃഷ്ണ CBK തോമസാണ് വിളിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ, അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ അങ്ങോട്ട് അങ്ങനെ ചോദിച്ചല്ലോ. അവരെ ഒറ്റ കട്ട് ചെയ്യൽ. അയാൾ ഭയങ്കര ചൂടായി എൻ്റെ അടുത്ത്. കട്ട് ചെയ്ത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് ഞാൻ. അങ്ങനെ ഞാൻ ഉദയേട്ടൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു. അപ്പം ഉദയനാണെന്ന് പറഞ്ഞു. ഉദയേട്ടൻ ഇങ്ങനെ, ഞാൻ തസ്നീഖാനാണ്, ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നോ? അതെ, ഞാനത് തസ്നി പറഞ്ഞത് എന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് ഭയങ്കര സമാധാനമായി. ഞാൻ മമ്മീ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് ഞാൻ മമ്മിനോട് ചെന്ന് പറഞ്ഞു, മമ്മി ഇങ്ങനെ പോക്കിരി രാജ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോക്കിരി രാജ ഉദയകൃഷ്ണ CBK തോമസ്, തോമിച്ചൻ മുളവാടത്തിൻ്റെ സിനിമ ഞാൻ ചെയ്യുന്നത്. പൃഥ്വിരാജൊക്കെയുള്ള പടം ഭയങ്കര ഹിറ്റായിരുന്നു ആ പടം. എന്തായാലും എൻ്റെ ഒരു റീ എൻട്രി എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമാലയും കഴിഞ്ഞ് വന്നപ്പം ഒരു ടീച്ചർ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പോക്കിരി രാജ വിളിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു ടീച്ചർ, പെട്ടെന്ന് ഈ 2010 തന്നെ നടക്കുന്ന സംഭവമാണ്, ഒരു ടീച്ചർ റോളിന് വേണ്ടിയിട്ട് ഒരു കൺട്രോളർ എന്നെ വിളിക്കുന്നു. ദിലീപിൻ്റെ പടമാണ് പാപ്പി അപ്പച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ടീച്ചർ റോളാണ് തസ്നി ഇങ്ങനെ വിളിച്ചിട്ട്. ദിലീപ് പറഞ്ഞതാണോ? ദിലീപേട്ടൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമായിട്ടോ, ഭയങ്കര അത്ഭുതമായിപ്പോയി. അങ്ങനെ ഞാൻ അതിൽ ചെന്നപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അത് ആരോ കൺട്രോളർ ഇങ്ങനെ ഒരു ടീച്ചർ റോളിനാണ് തസ്നീനെ വിളിക്കുന്നത് എന്തോ അങ്ങനെ പറഞ്ഞ്. ചെറിയ റോളാണല്ലോ, ചെറിയ റോളാകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും നമ്മളെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് അതേപോലെ ഞാൻ തൊടുപുഴ ചെല്ലുന്നു, കാവ്യമാധവൻ്റെ കൂടെ ഒരു ടീച്ചർ റോള് 2 ദിവസം വർക്ക് ചെയ്യുന്നു. ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. അത് വർക്ക് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പോക്കിരി രാജിലേക്ക് ഇതേപോലെ വിളി വരുന്നതും 10 ദിവസം ബ്ലോക്ക് ചെയ്യുന്നത്. 2 ദിവസം വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് 10 ദിവസം ബ്ലോക്ക് ചെയ്യുന്നത്. ഈ 10 ദിവസം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ആ പടത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വിളി വരുന്നു, പാപ്പിയപ്പശ്ശേരിക്ക് 1 ദിവസം കൂടിയും വർക്ക് ഉണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോക്കിരി രാജ, മമ്മൂക്കയുടെ പടം ചെയ്യുകയാണോ പോക്കിരി രാജ? അവിടെ നിന്നൊരു കമൻറ്റ് എനിക്ക്, ആരാന്ന് എനിക്കറിയില്ല, കൺട്രോളർ അസിസ്റ്റൻ്റ് ആരോ ആണ്. മമ്മൂക്കയുടെ പടം ചെയ്യണം. ഞാൻ പറഞ്ഞു, അതെ,
ഞാൻ നാളെ ചോദിച്ചിട്ട് ഞാൻ നോക്കട്ടെ വരാമെന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൺട്രോളോട് ചോദിച്ച് അവിടെ ഒരു ദിവസം എന്തോ ഒരു പാച്ച് വർക്കാണെന്ന് ഞാൻ പോയിക്കോട്ടെ എന്നപ്പോൾ ദസ്നി പോയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ മമ്മൂക്കാടെ പടം ചെയ്യാണോ? അപ്പോൾ അവിടെ മെയിൻ ആൾക്കാർ തന്നെ. അപ്പം ഇത് കഴിഞ്ഞ് നേരെ മമ്മൂക്കാടെ സെറ്റിലേക്കോ, എൻ്റെ അമ്മോ എന്നൊക്കെയുള്ളൊരു സംസാരം. കോമഡി ആയിട്ടാണ് പറയുന്നത്. പക്ഷെ എത്ര കോമഡി പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു വേദനയാണത്. കാരണം ഒന്നുമില്ലാത്ത സമയത്ത് കിട്ടുന്നതാണിത്. ഒന്നുമില്ല. സിനിമ എന്ന് പറയുന്ന സ്വപ്നം ഞാനൊന്ന് പതുക്കെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കയറി വരുന്നത്. പോക്കിരാജ് ഹിറ്റായതോട് കൂടിയിട്ട് ഈ ടീമിൻ്റെ തന്നെയാണ് പിന്നെ കാര്യസ്ഥൻ വരുന്നത്. ഈ കാര്യസ്ഥൻ എന്ന് പറയുന്ന പടത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ മിമിക്രിയിൽ നിന്ന് അഭിനയിച്ച എല്ലാവരും ഉണ്ട്. സലീം കുമാറുണ്ട്, അശോകേട്ടനുണ്ട്, ഷാജോണുണ്ട്, ദിലീപേട്ടനുണ്ട്. എല്ലാം അക്കാലത്ത് മിമിക്രി കാസറ്റിൽ അഭിനയിച്ച എല്ലാവരും കൂടി ഒക്കുന്ന കുറേ നാൾക്ക് ശേഷം ഒരുമിച്ച് കൂടുന്ന ഒരു സിനിമ. അപ്പം ഇവരെല്ലാം സ്റ്റാറായി കഴിഞ്ഞു, ഗംഭീര സ്റ്റാറുകളായി കഴിഞ്ഞതാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ. ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ കുറച്ച് പതുക്കെ വരുന്ന ഒരാൾ. അപ്പോൾ ഇവരുടെ വിചാരം ഇതേപോലെ തന്നെ ഞാനും ഒരു ചെറിയ റോളിന് വേണ്ടി വന്നതാണ്. അത് കാര്യസ്ഥൻ ആ വീട്ടിലെ ഒരു സെർവൻ്റ് റോളാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം ഈ കുറച്ചെങ്കിലും പടങ്ങൾ ചെയ്ത് തുടങ്ങി ഒരു കൊച്ചു ഫ്ലാറ്റൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി 2010 ശേഷമാണ് ഇത് എനിക്ക് സാധിച്ചതും. ഈ ഒരു കാര്യസ്ഥൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഹിറ്റോട് കൂടിയിട്ടാണ് എനിക്ക് ഒരുപാട് പടങ്ങൾ കിട്ടിയത് കേട്ടോ. ഈ ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞ പടത്തിൽ എനിക്ക് റോള് തന്നത് ഉദയകൃഷ്ണൻ CBK തോമസുമാണ്. ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. അവർക്കൊരു കാര്യമില്ല എന്നെ വിളിച്ച് അത്രയും ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ തരേണ്ട ആവശ്യം. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സമയം അവരെ കൊണ്ട് ദൈവം തോന്നിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എത്ര കുറേ പടങ്ങൾ നമ്മളിനി ചെയ്താലോ ചെയ്തില്ലെങ്കിലോ ഈ രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് ഒരുപാട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എനിക്ക് ത്രൂ ഔട്ടൊരു കഥാപാത്രം തന്നത് അവരാണ്. പക്ഷെ ആ പടം കാര്യസ്ഥൻ ഞാൻ ചെയ്യുമ്പോൾ ആ സെറ്റിലെ ഒരാൾക്കും അറിയില്ലായിരുന്നു ഞാൻ ഈ പടത്തിൽ സുരാജിൻ്റെ പേരാണെന്നോ ത്രൂ ഔട്ടുള്ള കഥാപാത്രമാണെന്ന് ഒരു കുട്ടിക്ക് പോലും അറിയില്ല. ഈവൻ എനിക്ക് പോലും അറിയില്ലായിരുന്നു. ആ വീട്ടിലെ വേലക്കാരി, ആ വീട്ടിലെ സംശയം തോന്നുന്നു, ആ വീട്ടിലെ മോളാണ് ഇവർ തെറ്റിദ്ധരിക്കുന്നു. ഇത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ. വേറൊന്നും എനിക്കറിയില്ലായിരുന്നു. പടം റിലീസായി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ എല്ലാവർക്കും സംസാരിച്ചു, യോ തെസ്നി നന്നായിട്ടുണ്ട് ആ പടത്തിൽ, സുരാജ് നന്നായിട്ടുണ്ട് ആ പടത്തിൽ, തെസ്നി നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സംസാര വിഷയമായി. ആ പടം കാണുമ്പോൾ ഒരു അനക്കം വെച്ച് തുടങ്ങിയത് പിന്നെ എനിക്ക് സിനിമയിലേക്ക് ഒരു അനക്കമായി. അപ്പോൾ ഈ കാര്യസ്ഥൻ സിനിമ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ കൺട്രോളർ വന്നിട്ട് വീട്ടിൽ വന്ന് അഡ്വാൻസ് തന്നു. ഒരു 50,000 രൂപേൻ്റെ ഒരു ചെക്ക് വന്നിട്ട് സൈൻ ചെയ്യിപ്പിച്ചു തന്നു. അപ്പോൾ തന്നെ എൻ്റെ ഫാദർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് എപ്പോഴെങ്കിലും ഒരു മാജിക്കിന് പോയി തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് പുള്ളി വന്നത്. അപ്പം കുറച്ച് വയ്യാണ്ടായിരിക്കുന്ന സമയം. അപ്പം ഈ 50,000 രൂപേൻ്റെ ചെക്ക് ഇങ്ങനെ വന്ന് തന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ബാക്കിൽ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട്. ഒരു കൺട്രോളർ വീട്ടിൽ വന്നിട്ട് കാശ് തരുന്നു പറയുമ്പോൾ ഏതൊരു അച്ഛനമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഇങ്ങനെ വാങ്ങിച്ച് പുള്ളി കൺട്രോളർ ശരി തെസ്നി ഇനി നമുക്ക് കാണാട്ടോ, സെറ്റിൽ കാണാം എന്ന് പറഞ്ഞിട്ട് പുള്ളി വീട്ടിൽ നിന്ന് പോണു. ഞങ്ങളൊക്കെ ചിരിച്ച് ഓക്കെ പറഞ്ഞ് ഇപ്പോൾ ചിഞ്ഞാണ് ഞാൻ പറഞ്ഞ എത്രേ 50,000-ൻ്റെ. അപ്പോൾ ഇങ്ങനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞ് മോളെ, അപ്പോൾ തമ്മനത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, പാലാരിവട്ടം തമ്മനം. അപ്പം എന്നോട് ചോദിച്ചു, മോളെ നമുക്കൊരു വീട് തമ്മനത്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഈ 50,000 രൂപ ഉണ്ടോ, 50,000 രൂപ കൊണ്ട് ആരെങ്കിലും വീടെടുക്കുമോ എന്ന് ചോദിച്ചു. അല്ല ഇനി മോക്ക് ഇനി പടങ്ങൾ അങ്ങോട്ട് കിട്ടി തുടങ്ങിയാൽ നമുക്കൊരു തമ്മനത്ത് തന്നെ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറ്റും പറ്റി, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഉറപ്പില്ല, എന്നാലും നമുക്ക് നോക്കാം, നമ്മൾ അനുഗ്രഹിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ട് പുള്ളി അകത്തേക്ക് പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് മാജിക്കിന് പോയി, പെട്ടിയൊക്കെ എടുത്ത് വയ്യ. അപ്പം അമ്മേനെ നിങ്ങൾ എന്തിനാ ഈ മാജിക്കിന് പോണത്, എന്തിനാ പോണത്, ഇരുന്നൂടെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതല്ലേ, പിന്നെ എന്തിനാ എല്ലാവർക്കും അത് ശരിയാവില്ല, ആലുവ സ്കൂളിൽ ഞാൻ ഏറ്റതാണ്, കുട്ടികളുടെ സ്കൂളിൽ ഏറ്റതാന്ന് പറഞ്ഞ് ഒരു പയ്യൻ വന്ന് പെട്ടിയൊക്കെ പിടിച്ച് ഒരു വണ്ടി വന്ന് പോയി മാജിക്കിന് പോയി. തിരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മാജിക് ഡ്രസ്സ് ഇട്ടിട്ട് അതേപടി കയറി വരുന്നത്. മാജിക് കഴിഞ്ഞ് സാധാരണ ആ സെർവാണി പോലത്തതൊക്കെ മാറ്റി പുള്ളിയുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരാറ്. ഇത് അതുപോലും അഴിക്കാൻ പറ്റാത്ത രീതിയിൽ ടയേർഡായിട്ട് പെട്ടിയും കൊണ്ട് ആ പയ്യൻ പെട്ടി പിടിച്ചു. ഇവർ എന്ത് പറ്റിപ്പച്ചിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു, മാജിക്ക് കഴിഞ്ഞപ്പോൾ തീരെ വയ്യാന്ന് പറഞ്ഞു, അങ്ങനെ വന്നാന്ന് പറഞ്ഞിട്ട് അതോടുകൂടി കയറി വരുന്നതാണ് മമ്മി കാണുന്നത്. പിന്നെ ഒരൊറ്റ കിടപ്പാ, തീരെ വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ ഒരുപാട് വയ്യാണ്ടായിപ്പോയി.
2 ദിവസം കഴിഞ്ഞപ്പം എന്തോ ഒരു വിഷമമൊക്കെ തോന്നി, ഫീൽ ചെയ്യുന്നു. അങ്ങനെ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ ഡോക്ടറിന് കൊണ്ടുപോയിക്കോ, നമുക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലിവറിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, തെസി മോളെ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി, കാരണം എനിക്ക് നോക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നെ ഭയങ്കര ഉള്ളോണ്ട് എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് മരണം വരെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റി. എല്ലാം അപ്പോൾ ഞാൻ ചെന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കുക. അപ്പോൾ ഞാൻ വിളിക്കാൻ മടിയാകുമ്പോൾ ഞാനൊരു ബെല്ല് കൊടുത്തു കയ്യിൽ. പക്ഷേ ഒച്ചിട്ട് വിളിക്കണ്ട, നെഞ്ച് വേനിക്കും. അപ്പോൾ ഈ ബെല്ലൊന്ന് അമർത്തി ഞാൻ അപ്പോൾ ഓടി വന്നോളാം എന്ന് പറയും. അതിന് ഇടയ്ക്കിടയ്ക്ക് ബെല്ല് അമർത്തി ചിരിക്കും എന്നെ നോക്കിയിട്ട്. ഞാൻ വരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ബെല്ല് പിടിച്ചാൽ ഇങ്ങനെ എന്താ പക്ഷേ എന്താ കാര്യം, ഒന്നുമില്ലടി എന്ന് പറയും. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും കുട്ടികളൊക്കെ സ്വഭാവം വെറും കൊച്ചു കുട്ടികളുടെ സ്വഭാവം പോലെയായി. പിന്നെ എൻ്റെ പറ്റി പതുക്കെ പിന്നെ ഒരു ഫിക്സ് പോലെ തോന്നിയപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡിസംബർ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് ഉപ്പച്ചി എന്നെ വിട്ട് പോവാ. മമ്മി അങ്ങനെ ഇറങ്ങി നടക്കുമ്പം തമ്മനം തന്നെ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു പറമ്പിൽ കുഴി കുത്തുന്നത് കണ്ട്. ഈ കുഴി കുത്തുന്നത് കണ്ടപ്പോൾ മമ്മി ചോദിച്ചു, ഇവിടെ എന്താണ്, ഇവിടെ കുറച്ച് പണി നടക്കുന്നത്, അവിടെ കുറച്ച് ബിൽഡിംഗ്, ഇത് എന്താ കാര്യം? അല്ല, ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് വരാൻ പോവാണെന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ ഒരു തലശ്ശേരിക്കാരുടെ അപ്പാർട്ട്മെൻറ്റ്, ഇതിൻ്റെ ഓണർ വേറെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മിക്ക് ഭയങ്കര സന്തോഷമായി. മമ്മി ഓഫീസ് എവിടെയാണെന്നൊക്കെ ചോദിച്ച് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുക, 2 വർഷത്തിനുള്ളിൽ പണി തീരും, അപ്പാർട്ട്മെൻറ്റാണ്, ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ്, ലിഫ്റ്റൊന്നുമില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പം 2nd ഫ്ലോറിൽ 2 ബെഡ്റൂമിൻ്റെ 900 സ്ക്വയർ ഫീറ്റുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു